ഇത്രയും ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ട് നമ്മുടെ തെരുവിൽ എന്തുകൊണ്ട് അതൊരു ശബ്ദമാകുന്നില്ല? വി ഡി സതീശനും എം വി ഗോവിന്ദനും എത്ര ദിവസമായി അവരെല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നില്ലേ? അവരൊരക്ഷരം ഇതിൽ പറയുന്നില്ലല്ലോ. അവർക്കെന്താ ഇതിലൊരു ഗൗരവമില്ലാത്തതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള രാഷ്ട്രീയ നേതാക്കൾ, അവർക്ക് ഈ ജനങ്ങളോട് കാര്യത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലേ? ആളുകളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന സ്വഭാവത്തിൽ, എല്ലാ ദിവസവും ഇതിൻ്റെ പുറകെ പായിക്കുന്ന സ്വഭാവത്തിൽ, BLOമാരെ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന സ്വഭാവത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങളെ വെച്ച് കളിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഗൗരവത്തിലെടുക്കാത്തത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നുണ്ടായ വാർത്ത ശ്രദ്ധിച്ചോ? അവിടെ ചിങ്ങോലി എന്ന് പറയുന്ന പ്രദേശത്ത് 56 ആളുകളെ, അത് ഫോം 7 ആണ്, ഫോം 7 വെച്ചിട്ട് ആർക്കും ഒരാളെ വെട്ടി ഒഴിവാക്കാനുള്ള അപേക്ഷ കൊടുക്കാം. 56 വെട്ടി ഒഴിവാക്കാനുള്ള അപേക്ഷ കൊടുക്കുകയാണ്. BJPയുടെ ഒരു BLA. അയാൾ അപേക്ഷ കൊടുക്കുന്ന ഈ 56 ആളുകൾ 54 പേര് മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളായുള്ള ആളുകൾ വെട്ടി ഒഴിവാക്കാൻ അപേക്ഷ കൊടുക്കണം, ഒരു നാണവുമില്ലാതെ. അതിൽ തമാശ വെച്ചാൽ ഇവൻ ഈ ഫോം 7 പ്രകാരം വെട്ടി ഒഴിവാക്കാൻ കൊടുത്ത അപേക്ഷയിൽ ആ നാട്ടിലെ BLO ഉണ്ട്. നമുക്കിത് നമ്മൾ വാർത്ത ചെയ്യുന്നു, ഇവരത് ആ അപേക്ഷ തിരിച്ചു കൊടുക്കുന്നു BLO. ഇത് ഇങ്ങനെ സംഭവിച്ച സ്ഥലങ്ങളുണ്ടാവില്ലേ? വാർത്തയാവാത്ത സ്ഥലങ്ങളുണ്ടാവില്ലേ? പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി സംഘടനകൾ ശക്തമല്ലാത്ത പ്രദേശങ്ങൾ, അവിടെ എനിക്കൊന്നത് ഇയാൾ BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. BJP സംസ്ഥാന ഓഫീസിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. പരമാവധി മുസ്ലിം വോട്ടർമാർ വെട്ടി ഒഴിവാക്കാനുള്ള വകുപ്പ് എന്താണ്? ആലപ്പുഴയൊക്കെ A+-ഉള്ളതാണ്, A+-ലുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അത്രയും ഗുരുതരമായൊരു സംഭവം നടന്നിട്ട് കേരളത്തിലൊരു മുസ്ലിം സംഘടന അതിൽ പ്രതികരിച്ചാണ്ടോ? ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ പോട്ടെ, ഒരു പ്രദേശത്തെ 54 മുസ്ലിം വോട്ടർമാർ വെട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് BLA ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ഫോം 7 പ്രകാരം. ആരും അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇതാണ് എനിക്ക് വിചിത്രമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ആകെ ഒരു ഏതെങ്കിലും നിലക്കുള്ള റെസ്പോൺസ് വരുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടറി CPMൻ്റെ രാകേഷ് പത്രസമ്മേളനം വിളിച്ചിട്ട് അവിടെ നടന്നിട്ടുള്ള വിചിത്രമായിട്ടുള്ള വർധനവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതും ഗൗരവപ്പെട്ട കാര്യമാണ്. ഇത് എന്താണ് രാകേഷ് പറഞ്ഞതെന്നുള്ളത് വാട്ട് ഹാസ് ഹാപ്പൻ ഇൻ തൃശ്ശൂരിൽ സംഭവിച്ച കാര്യമാണ്. അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, താവൂതേ ഈ ഫൈനൽ SIR ഫൈനൽ ലിസ്റ്റ് വരുമല്ലോ, ഫൈനൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക? അയാൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഫൈനൽ ലിസ്റ്റ് വന്നാൽ എന്താണ് ചെയ്യുക എന്ന ചോദ്യത്തിന് ഉത്തരമാണ് തൃശ്ശൂർ എന്താ സംഭവിച്ചത്? അജ്ഞാതരായിട്ടുള്ള മനുഷ്യർ, ഈ സംസ്ഥാനത്തെ ഏറ്റവും അധികം വോട്ട് വർധന വരുന്നത്, ഫൈനൽ ലിസ്റ്റ് വന്ന വോട്ട് വർധന വരുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. പക്ഷെ അന്നത് ഗൗരവത്തിൽ ആരും ഉന്നയിക്കുന്നത്, എനിക്കൊന്ന് സുനിൽകുമാറോ മറ്റാണ് ഫ്ലാഗ് ചെയ്യുന്നത് അത്. പക്ഷെ അത് കലക്ടർ പോയി കാണുന്നത്. കലക്ടർ എന്താ പറഞ്ഞത്? പേരുള്ളവരെല്ലാം വോട്ട് ചെയ്യട്ടെ. കലക്ടർ പറഞ്ഞ നിയമപ്രകാരം ശരിയാണ്. ഇനി കലക്ടർ അങ്ങനെ പറഞ്ഞു, കലക്ടർ പറയുമ്പോൾ ഭരണാധികാരി അത് കുഴപ്പമാണെന്ന് കണ്ട് കോടതി പോയി, കോടതി എന്താ പറയുക? കോടതി അതിൽ ഇടപെടില്ല. കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ ഈ അജ്ഞാതരായ വോട്ടുകൾ അത് എവിടുന്ന് വരും? അത് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, കാശ്മീരിൽ നിന്ന് വരും. കാശ്മീരിനോട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലം അങ്ങോട്ട് വരും. ഇനി അവരങ്ങോട്ട് വന്നിട്ട് അവർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം. വാടക ചീട്ടുണ്ടായാൽ മതി. നിയമപരമായി അവർ ശരിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, പഴയ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു താമസ ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ്, റെസിഡൻഷ്യൽ കോംപ്ലക്സ്, ഹൗസിംഗ് കോളനികൾ, ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. ഇപ്പോൾ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ സാധാരണഗതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നില്ലല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്ത് നമുക്കറിയാം, പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തക നേതാക്കൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം അവർ കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന ഗേറ്റഡ് കമ്മ്യൂണിറ്റീസിൽ നടക്കുന്നില്ല. അവിടെ ഈ സ്വഭാവത്തിൽ ചേർക്കപ്പെടുന്ന വോട്ടുകൾ ആരാണ്? അവർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? ഈ പ്രശ്നമുണ്ട്. അപ്പോൾ നിയമം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ണൂരിൽ രാകേഷ് ഉന്നയിച്ചതുപോലെ അല്ലെങ്കിൽ തൃശ്ശൂർ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുഖ്യധാര ശക്തരായ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സെനാരിയോ ആണ്. അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ SIRമായി ബന്ധപ്പെട്ട കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ജാഗ്രത ഒരു പക്ഷേ എനിക്കൊന്ന് ബീഹാറിനേക്കാളും താഴെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് കേരളത്തിലൊരു വിഷയമായിട്ടില്ല ഇതുവരെ. എന്താണ് SIRലൂടെ കേരളത്തിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഗൗരവമായിട്ടുള്ള ആലോചന കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടായിട്ടില്ല, അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായില്ല. ഗൗരവമായ ആലോചന ഉണ്ടായിട്ടുള്ള ഒരേ ഒരു കൂട്ടർ BJP മാത്രമാണ്. അവരവരുടെ പണിയെടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
അവരവരുടെ പണിയെടുക്കുന്നതിൻ്റെ ഒരു സിംറ്റമാണ് ആലപ്പുഴയിൽ നമ്മൾ കണ്ടത്. അതാണ് നമ്മൾ കണ്ണൂരിൽ കണ്ടത്. കേരളത്തിൻ്റെ തെരുവുകൾ ഈ SIR-മായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഗൗരവത്തിൽ ഉന്നയിക്കേണ്ട സന്ദർഭമാണ്. കേരളത്തിലെ പ്രവാസി സംഘടനകൾ, പ്രവാസികളെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ, അവർ ഉച്ചത്തിൽ SIR-നെ കുറിച്ച് സംസാരിക്കേണ്ട സന്ദർഭമാണിതെന്നാണ് ഞാൻ പറയുന്നത്.